സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാവരും മര്യാദക്കാരായിട്ടുണ്ട് ഇപ്പോൾ. അതാണ് ഒരു പരമാർത്ഥം അല്ലേ? പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മുടെ ആ 90s കാലഘട്ടത്തിലൊക്കെ ആളോട് പെട്ടെന്ന് ക്ഷോഭിക്കും, വിഷയങ്ങളൊക്കെ പറയും, തർക്കുത്തരം പറയും, എന്ത് പറഞ്ഞാലും റിയാക്ട് ചെയ്യും. അതൊക്കെ നിർത്തി 4 ചുറ്റും ക്യാമറ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊക്കെ ആ കാലം മുതലേ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളോടുള്ള സ്നേഹവും ഭക്തിയും അത് കലാകാരനും ഉണ്ടാവണം. കാരണം രാഷ്ട്രീയക്കാരൻ വോട്ട് അടിസ്ഥാനപരമായി വോട്ടുമൊക്കെ ആഗ്രഹിച്ച് ജനസമ്മതി ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ അവർ നൽകുന്ന പ്രോത്സാഹനവും അംഗീകാരവും കാരണമാണ് ഞങ്ങൾ ഈ രംഗത്ത് ഇതേപോലെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ഞങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ടും ഈ രംഗത്ത് തുടരാൻ കഴിയുന്നത് പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടുണ്ട്, അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അവരുടെ ഒരു പിന്തുണയുണ്ട്. അതുകൊണ്ട് അവരോട് എല്ലാ കാലത്തും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവർ വളരെ സ്നേഹത്തോടെ ഒരു ഓട്ടോഗ്രാഫ് ചോദിക്കുമ്പോൾ കൊണ്ടുപോ എന്ന് പറയാൻ നമ്മുടെ മനസ്സ് അനുവദിക്കാൻ പാടില്ല. അത് സോഷ്യൽ മീഡിയ കവർ ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ല, നമ്മുടെ മനസ്സ് തന്നെ പറയണം എന്താ വാ അങ്ങനെ ആയിരിക്കണം. അല്ല സോഷ്യൽ മീഡിയ കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒപ്പിട്ട് തന്നേക്കാം, അങ്ങനെയല്ല. നമ്മുടെ മനസാക്ഷിയാണ്. എന്താ തന്നേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഷോട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് തരാം, ഒരു ഫോട്ടോ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പയ്യൻ വന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ നേരത്ത് നമ്മളോട് തന്നെ സെൽഫിയോ എന്ന് ചോദിച്ചാൽ അവൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. ഒരിക്കലും പാടില്ല. അവൻ്റെ മനസ്സ് വളരെയധികം വേദനിക്കും. ആ വേദന അത് മുന്നിൽ കാണണം. അത് ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം കൂടുതൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഒരു ഇനാഗ്രേഷൻ ആണെന്ന് തോന്നുന്നു, ഒരാൾ മദ്യപിച്ചിട്ട് ഒരു സെൽഫി ചോദിച്ചത്. പക്ഷെ അത് ഭയങ്കര കാമായിട്ടാണ്. എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് അയാൾ മദ്യപിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്തോ യഥാർത്ഥത്തിൽ അയാൾ മദ്യപിച്ചിട്ടില്ലായിരുന്നു. അയാൾക്കൊരു ആവേശം കൂടുതലായിരുന്നു, കുറച്ച് ആവേശം കൂടുതലായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരാം എന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്തു. അത് സോഷ്യൽ മീഡിയ ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും ഒരു കവറേജ് കിട്ടുന്നു വിചാരിച്ച് ചെയ്ത കാര്യമൊന്നുമല്ല. അതിപ്പോൾ ആര് ചോദിച്ചിരുന്നാലും, ഞാനിപ്പോൾ അമേരിക്കൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്, ഇവരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോകുമ്പോൾ സ്റ്റേജ് ഷോ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ പേര് പറയുന്നില്ല, ചില നടന്മാർക്ക് അത് വലിയ ഇറിറ്റേഷനാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഈ ഫോട്ടോയുടെ ക്രൈസ് ഒന്നും തീർന്നില്ലേ? എനിക്കെടുക്കാനുള്ള ക്രൈസ് അല്ല, അവർ ആഗ്രഹിക്കുന്നത് നമ്മളുമായിട്ടുള്ള ഈ ഷോ കാണുന്നതിനപ്പുറം നമ്മളുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള അവരുടെ ഒരു ഭയങ്കര സന്തോഷമാണ്. നാട്ടിൽ പോയ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ആഹാരം കഴിക്കാൻ പറ്റുക. ഷോ കഴിഞ്ഞ് ആ പാടെ ക്ഷീണിച്ച് നമ്മൾ അതിനകത്ത് 2-3 സ്കിറ്റുകളിൽ അഭിനയിക്കുക, 2 പാട്ട് പാടുക, ഒരു ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുക, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തളർന്ന് അവശനായിരിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ വന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് 2 ഫോട്ടോ 3 ഫോട്ടോ അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിൻ്റെ, അത് ഈ ഡിന്നറിൻ്റെ ഹാളിലായിരിക്കും ഈ ഫോട്ടോ സെഷൻ. ഞാൻ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും. നമ്മളാക്കിയ പ്രേക്ഷകരോട് നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നല്ല എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണം.